കഴിഞ്ഞ ദിവസം ഞാനൊരു മട്ടൻ മന്തിയുടെ ഷോർട്സ് ഇട്ടപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. ഒരാൾ കമൻറ്റ് ചെയ്യുകയും ഒരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെസിപ്പി ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര അടിപൊളിയായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ചില സംഭവങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്, അത് ഞാൻ പിന്നീടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം എക്സ്ക്യൂസ് ചെയ്തിട്ട് ഒന്ന് കാണണേ. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഒരു രണ്ടും കൂടെ ഓരോ പിടി വീതം വരുന്ന രീതിയിൽ 2 സവാള, പിന്നെ നമുക്ക് മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിടാം. മാഗി ക്യൂബ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്ന മട്ടൺ ക്യൂബ്സ് ആണ്. അത് അവൈലബിൾ ആയിട്ടുള്ളവർ അതിടുന്നതാണ് നല്ലത്. അത് കിട്ടിയില്ല മാഗി ക്യൂബ്സ് ഇടാം. പിന്നെ നമുക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുവ, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഈ സംഭവങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഓയിൽ നമ്മൾ ഒത്തിരി ഒഴിക്കണ്ട. സാധാരണ നമ്മൾ മന്തിക്ക് അത്യാവശ്യം ഓയിലിൽ ഇങ്ങനെ മുങ്ങിക്കിടന്നോണമല്ലോ കുക്ക് ചെയ്യാൻ. ഓയിൽ അധികം ഒഴിക്കണ്ട, കാരണം മട്ടനിൽ നിന്ന് കുറേയൊക്കെ നെയ്യ് ഇറങ്ങും. പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കപ്സ മസാല ഉണ്ടായിരുന്നു, മന്തി മസാല ആഡ് ചെയ്യാം. ഇതൊന്നും ഇല്ലാത്തവർ ഗരം മസാല ആഡ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ഓൾ സ്പൈസസ് ആദ്യമേ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾ ഇടണം കേട്ടോ. ഞാൻ മഞ്ഞൾ ഇപ്പം മറന്നുപോയി, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മഞ്ഞൾ ഇടുന്നത്. മഞ്ഞൾ ഇട്ട് കൊടുക്കണം കേട്ടോ, മഞ്ഞളും കുരുമുളകും കൂടെ. അപ്പം ഇത്രയും സംഭവം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 1 kg എന്ന് പറയാൻ പറ്റില്ല, 1 kg താഴെ ഉള്ളൂ മട്ടൻ. അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 സവാള എടുക്കുന്നത്. വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ 2 മുളക് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് കുറച്ചുകൂടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് കൂടുതൽ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എരിവിന്. കുരുമുളകിനെക്കാളും കുറച്ചുകൂടെ എനിക്കിഷ്ടം, പേഴ്സണലി ഇഷ്ടം അതാണ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പിടിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നന്നായിട്ട് പിടിക്കണം. ഞാൻ അതേ പറഞ്ഞില്ല, ഇത് പക്ക ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്ത മഞ്ഞൾ ഇട്ടില്ലാന്ന്. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് കളർ അനുസരിച്ച് നമുക്കിടാം. പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യേണ്ടവർ ആ മട്ടനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഫുഡ് കളറും ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ഡ്രൈ ലെമൺ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അത് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മട്ടൻ എടുക്കാം. ഞാൻ 2 വലിയ പീസ് മട്ടനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് കയറി പിടിച്ചോളും. നല്ല ഫ്ലേവർ നന്നായിട്ട് അതിൽ പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ സാധാരണ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ സവാള, ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആണെങ്കിലും ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് നേരെ തന്നെ അങ്ങ് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. മട്ടന് വേവ് അത്യാവശ്യം ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് സമയമെടുക്കും. അപ്പോൾ കുക്കറിൽ ഒരു ഹാഫായിട്ട് കുക്ക് ചെയ്തിട്ട് നേരെ ഈ മിക്സിലോട്ടിട്ട് അങ്ങനെ വേണേൽ ചെയ്യാം. ധൃതിയുള്ളവർക്ക്, സമാധാനമായിട്ട് കുക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളവർക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുരുമുളക് ഇടാൻ മറന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കുരുമുളക് ഇപ്പോഴാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ എങ്ങനെയാണോ കുക്ക് ചെയ്തത് അതേപോലെ തന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 മുളക് കൂടെ ഇട്ട് കൊടുത്ത്, എനിക്ക് മുളകിൻ്റെ എരിവാണ് കുറച്ചുകൂടെ ഇഷ്ടം, ഞാൻ പറഞ്ഞല്ലോ. അതും കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കുക. വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ആ മട്ടനിൽ നിന്ന് തന്നെ കുറേ ഇറങ്ങും. അതിൽ കിടന്ന് വേവണം. അത് കുറച്ചധികം സമയമെടുക്കും, ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് അല്ലാതെ പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ടവർക്ക് കുക്കറിലിട്ട് വിസിലടിച്ചിട്ട് നേരെ ആ സ്റ്റോക്കോടുകൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയം കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പം ഇതിൽ ഈ കുറച്ച് അത്യാവശ്യം സ്റ്റോക്ക്, ഈ മട്ടൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വെള്ളം ഇങ്ങനെ ഇറങ്ങും, അതിൽ കിടന്ന് വേവും. ആ സ്റ്റോക്ക് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 കപ്പിൽ. പിന്നെ ഞാനിനി ചോറ് വേവിക്കാൻ വെക്കുകയാണ്. ചോറിലും കുറച്ച് സ്പൈസസ്, കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ 2 ഡ്രൈ ലെമൺ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ചോറ്. അല്ലാതെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി. എനിക്ക് കറക്റ്റ് അങ്ങനെ വറ്റിച്ചെടുക്കാറില്ല, ഊറ്റിയെടുക്കുന്ന കൂടുതൽ എളുപ്പം. അത് ഊറ്റിയെടുത്തിട്ട് നേരെ നമ്മൾ ഈ മട്ടൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു കപ്പിൽ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോളും വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുളക് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ് മുളക് അങ്ങനെ കുത്തി വെക്കും. അപ്പോൾ അത് മട്ടൻ നല്ല വെന്ത് ഈ ഒരു സ്റ്റേജിലെത്തണം. ഇപ്പോൾ നിങ്ങൾക്കിത് പിച്ചുമ്പോൾ മനസ്സിലായല്ലോ, ഈ ഒരു ഫ്ലേവറിലെത്തണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.